നമസ്കാരം. ടാൻഡം പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ 10th പ്രിലിംസ് എക്സാമിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഹോട്ട് ടോപ്പിക്സ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞു, രണ്ടാമത്തെ ഘട്ടം നാളെ നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിൽ ആവർത്തിച്ച് ചോദിച്ച ചില ഹോട്ട് ഏരിയകളുണ്ട്. ആ ഹോട്ട് ഏരിയകളിൽ നിന്നുമുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവരുടെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണിത്. ഇതിലൊരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും പഠിച്ചിട്ട് എക്സാമിന് പോകാൻ വേണ്ടി ശ്രമിക്കുക. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. ഒന്നാം ഘട്ടത്തിൽ തന്നെ 4ഓളം ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ നിന്നുള്ള ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സമയം കളയാതെ നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യ വിഭജനം പ്രമേയമാക്കി ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവൽ രചിച്ചതാര്? പമേല റൂക്സ് ഉണ്ട്, ഖുശ്വന്ത് സിംഗ് ഉണ്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്, മുഹമ്മദ് ഇക്ബാൽ ഉണ്ട്. ഇതിൽ ആരാണ് ഇന്ത്യ വിഭജനം പ്രമേയമാക്കി ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവൽ രചിച്ചത്? ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻസർ കിട്ടാത്ത ആളുകൾ പോസ് ചെയ്തിട്ട് ആൻസർ കണ്ടെത്തിയതിന് ശേഷം പ്ലേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ഉത്തരം. ഖുശ്വന്ത് സിംഗ് ആണ് ഇന്ത്യ വിഭജനം പ്രമേയമാക്കി ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവൽ രചിക്കുന്നത്. നന്നായി ശ്രദ്ധിക്കണം, നോവലിന്റെ കാര്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് ട്രെയിൻ ഏതാണ് ചോദിക്കുന്നത് കൃത്യമായിട്ട് നോക്കണം. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന പോലെ ഒരു സിനിമയുണ്ട്. ഈ സിനിമ തയ്യാറാക്കുന്നത് ആരാണ്? പമേല റൂക്സ് ആണ്. ഖുശ്വന്ത് സിംഹാണ് ഈ നോവൽ തയ്യാറാക്കുന്നത്. ഈ നോവലിനെ പ്രമേയമാക്കിക്കൊണ്ടാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് ആര്? പമേല റൂക്സ്. പിന്നെ പാസേജ് ടു ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് നെഹ്റു ആണെന്ന് അറിയാമല്ലോ. അത് പിന്നെ നമ്മുടെ ഓപ്ഷനിലുള്ള ഒരാളാണ് നെഹ്റു. പിന്നെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന കൃതി രചിച്ചത് പമേല റൂക്സ് ആണ്. സിനിമ തയ്യാറാക്കിയത്, എന്നാൽ ആ കൃതി നോവൽ രചിച്ചിരിക്കുന്നത് ഖുശ്വന്ത് സിംഗ് ആണ്. പാസേജ് ടു ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. സാരേ ജഹാൻ സെ അച്ഛേ എന്ന ദേശഭക്തികാരൻ രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ ആണ് അല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്വാതന്ത്ര്യാനന്തരം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി നിയമിതനായത് ആര്? സ്വാതന്ത്ര്യാനന്തരം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി നിയമിതനായത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ KM പണിക്കർ ഉണ്ട്, ഓപ്ഷൻ ബി വല്ലഭായ് പട്ടേൽ ഉണ്ട്, ഓപ്ഷൻ സി VP മേനോൻ ഉണ്ട്, ഓപ്ഷൻ ഡി PN പണിക്കർ ഉണ്ട്. ഇതിൽ ആരാണ് സ്വാതന്ത്ര്യാനന്തരം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിട്ട് നിയമിതനായത്? ആൻസർ ചെയ്ത് നോക്കുക. ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കിട്ടാത്ത ആളുകൾ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യുക. സമയം കളയുന്നില്ല, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം അല്ലെ. VP മേനോനാണ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട്, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചത്. അദ്ദേഹം ആരായിരുന്നു? ഒരു മലയാളി ആയിരുന്നു അല്ലെ. വാപ്പാല പങ്കുണ്ണി മേനോൻ എന്നറിയപ്പെടുന്ന ഷോർട്ട് ഫോമിൽ, VP മേനോൻ എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന വാപ്പാല പങ്കുണ്ണി മേനോൻ എന്തായിരുന്നു? ഒരു മലയാളി ആയിരുന്നു. അദ്ദേഹമാണ് സ്വാതന്ത്ര്യാനന്തരം പിന്നെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചത്. സ്വാതന്ത്ര്യാനന്തരം കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. നമ്മൾ ഓപ്ഷനിൽ കണ്ട മറ്റൊരാളാണ് വല്ലഭായ് പട്ടേൽ അല്ലേ. വല്ലഭായ് പട്ടേലാണ് ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്നത്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാനുള്ള ലയനക്കരാർ തയ്യാറാക്കിയത് VP മേനോനും പട്ടേലും ചേർന്നിട്ടാണ്. ഈ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിരുന്ന VP മേനോനും ചേർന്നിട്ടാണ് ലയനക്കരാർ തയ്യാറാക്കുന്നത്. നമുക്കറിയാം, ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നീ 3 നാട്ടുരാജ്യങ്ങളാണ് അന്ന് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച് വിട്ടുനിന്നത് അല്ലെ. ആ സമയത്ത് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച് വിട്ടുനിന്ന 3 നാട്ടുരാജ്യങ്ങളായിരുന്നു. ഒന്ന് ഹൈദരാബാദ്, മറ്റൊന്ന് കാശ്മീർ, മറ്റൊന്ന് ജുനഗഡ്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നിവ VP മേനോന്റെ പുസ്തകങ്ങളാണ്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നിവ VP മേനോന്റെ പുസ്തകങ്ങളാണ്. നമുക്കറിയാം, സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു VP മേനോൻ. മലയാളിയായ VP മേനോൻ എഴുതിയിട്ടുള്ള 2 പുസ്തകങ്ങളാണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. അതായത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഏകീകരണം എന്നും, അതേപോലെ ഇനി മലയാളത്തിലാണ് ചോദിക്കുന്നതെങ്കിൽ അങ്ങനെ ഓർത്തു വെക്കുക, ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഏകീകരണം എന്നും ഇന്ത്യയിലെ അധികാരങ്ങളുടെ കൈമാറ്റം എന്നുമൊക്കെയാണ് ഇതിന് ഗൂഗിൾ ട്രാൻസ്ലേഷനിൽ മലയാളമായിട്ട് വരിക. അതുകൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടിയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏത്?
ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടിയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏത്? ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്, നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. നാളെ എക്സാം നടക്കുന്നവർക്ക് കൂടുതൽ സമയം കളയാനില്ലാത്തതുകൊണ്ടാണ്. ഗോവ, കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്. ഇതിലേത് നാട്ടുരാജ്യത്തെയാണ് ഓപ്പറേഷൻ പോളോ എന്നറിയപ്പെടുന്ന സൈനിക നടപടിയിലൂടെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത്? ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള സൈനിക നടപടിയാണ് ഓപ്പറേഷൻ പോളോ. നമ്മൾ പറഞ്ഞു ഈ ഇന്ത്യ വിഭജന സമയത്ത് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചിരുന്ന 3 നാട്ടുരാജ്യങ്ങളായിരുന്നു ഹൈദരാബാദും ജുനഗഡും കാശ്മീറും അല്ലെ. അതിൽ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് ഒരു സൈനിക നടപടിയിലൂടെയാണ്. ആ സൈനിക നടപടിയാണ് ഏത്? ഓപ്പറേഷൻ പോളോ എന്നറിയപ്പെടുന്നത്. പിന്നെ ഹിതപരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് ജുനഗഡ്. നേരത്തെ പറഞ്ഞതിൽപ്പെട്ട മറ്റൊരു രാജ്യമായിരുന്നു ജുനഗഡ് അല്ലെ. അപ്പൊ ജുനഗഡിലെ ജനങ്ങൾക്ക് താല്പര്യം ഇന്ത്യയോട് കൂടെ ചേരാനും രാജാവിന് താല്പര്യം പാകിസ്ഥാനോട് കൂടി ചേരാനുമായിരുന്നു. അങ്ങനെ അവിടെ ഒരു ഹിതപരിശോധനയൊക്കെ നടത്തി. 1948 ഫെബ്രുവരി 20 ഹിതപരിശോധന നടത്തിയപ്പോൾ ഹിതപരിശോധനയിൽ ഇന്ത്യൻ യൂണിയന്റെ കൂടെ ചേരാൻ വേണ്ടി കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ യൂണിയനോട് ചേർത്ത ഒരു പ്രദേശമാണ് ജുനഗഡ്. പിന്നെ കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനോട് ചേർക്കുന്നത് ഒരു കരാറൊക്കെ വെച്ചിട്ടാണ്. അങ്ങനെയാണ് അവർക്ക് പ്രത്യേക സംസ്ഥാന പദവിയൊക്കെ ഉണ്ടായിരുന്നത്, അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നത്. അതൊരു അവിടെ നേരെ തിരിച്ചായിരുന്നു, ജുനഗഡിലെ നേരെ തിരിച്ചായിരുന്നു അവിടുത്തെ കാര്യം. അവിടുത്തെ രാജാവിന് ഇന്ത്യൻ യൂണിയനോട് ചേരാനായിരുന്നു താല്പര്യം. എന്നാൽ കാശ്മീരിന് അതിലെ ജനങ്ങൾക്ക് താല്പര്യം പാകിസ്ഥാനിൽ ചേരാനുമായിരുന്നു. ആ രീതിയിലുള്ള ഒരു പ്രശ്നമാണ് നിലനിന്നിരുന്നു. ഒടുവിൽ രാജാവുമായിട്ട് ഒരു കരാറൊക്കെ ഒപ്പുവെച്ചതിന് ശേഷമാണ് അവർ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ സമ്മതിക്കുന്നത്. പിന്നെ ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്ന ഒരു സൈനിക നടപടിയുണ്ട്. ഓപ്പറേഷൻ പോളോ പഠിക്കുമ്പോൾ കൂടെ പഠിക്കേണ്ട ഒരു സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. 1961 ഗോവയെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. 1961 ഗോവയെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്ത സൈനിക നടപടിയാണ് ഇത് ഓപ്പറേഷൻ വിജയ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓപ്പറേഷൻ അജയ് എന്താണ്? ഓപ്പറേഷൻ അജയ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ അജയ്. ഈ അടുത്തൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള സൈനിക നടപടി ഏതായിരുന്നു എന്നുള്ള ഒരു ചോദ്യം ഈ അടുത്ത് LSGSന്റെ പ്രിലിംസിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ വിജയും അജയും മാറിപ്പോകരുത്. ഓപ്പറേഷൻ വിജയ് ഗോവയെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടി 1961 നടത്തിയിട്ടുള്ള സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ അജയ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ അവിടെ നിന്നും ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു സൈനിക നടപടിയാണ് ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ഇന്ത്യ താഴെ പറയുന്നതിൽ എവിടെയാണ്? ഈ ഫസ്റ്റ് സ്റ്റേജിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ഓപ്ഷൻ എയിൽ ഗോവ ഉണ്ട്, ഓപ്ഷൻ ബിയിൽ പോണ്ടിച്ചേരി ഉണ്ട്, ഓപ്ഷൻ സിയിൽ ചന്ദ്രനഗർ ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ ട്രാൻകിബാർ ഉണ്ട്. അപ്പോൾ ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ട്രാൻകിബാർ ആണ് ഡെൻമാർക്കിന് ആധിപത്യം ഉണ്ടായിരുന്ന ഇതിൽ പറയുന്ന സ്ഥലം. ഒരുപക്ഷെ ഈ ഒരു അത്ര ആഴത്തിൽ പഠിക്കാത്ത ആളുകളാണെങ്കിൽ ഈ ഡെൻമാർക്കിൻ്റെ ട്രാൻകിബാർ ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ എലിമിനേഷൻ മെത്തേഡിലൂടെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരുന്നു. കാരണം ഗോവയും പോണ്ടിച്ചേരിയും ചന്ദ്രനഗറും ഒക്കെ സ്ഥിരമായിട്ട് നമ്മൾ പഠിക്കുന്ന കോളനികളാണ് അല്ലെ. ഗോവ ആരെ കോളനിയായിരുന്നു? പോർച്ചുഗീസ് കോളനിയായിരുന്നു. പോണ്ടിച്ചേരിയും ചന്ദ്രനഗറും എന്തായിരുന്നു? ഫ്രഞ്ച് കോളനി ആയിരുന്നു അല്ലെ. ഇതൊക്കെ കൃത്യമായിട്ട് എല്ലാവരും പഠിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അത് പഠിച്ച ആളുകൾക്ക് സിമ്പിളായിട്ട് മറ്റേ ട്രാൻകിബാർ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ഏതാണ്? 1616 1616 ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. പിന്നെ കാരക്കൽ, മാഹി, യാനം എന്നിവയും ഫ്രഞ്ച് കോളനികളായിരുന്നു. നമ്മൾ പറഞ്ഞു ഈ ഓപ്ഷനിൽ കണ്ട പോണ്ടിച്ചേരിയും ചന്ദ്രനഗറും ഫ്രഞ്ച് കോളനിയാണ്. അതോടൊപ്പം കാരക്കൽ, മാഹി കേരളത്തിനുള്ളിലുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് അല്ലെ. മാഹി അതേപോലെ യാനം ഇതൊക്കെ എന്തായിരുന്നു? ഫ്രഞ്ച് കോളനികളായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ കോളനികൾ ഉണ്ടായിരുന്ന 2 യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗലും ഫ്രാൻസും. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്ന് ബ്രിട്ടീഷുകാർ നാടുവിട്ട ശേഷവും ഇവിടെ ഉണ്ടായിരുന്ന വിദേശ ശക്തികളാണ്, കോളനികൾ ഉണ്ടായിരുന്ന വിദേശ ശക്തികളാണ് ആരൊക്കെ? പോർച്ചുഗലും ഫ്രാൻസും. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫ്രാൻസിന്റെ കോളനികൾ നമ്മൾ പറഞ്ഞു. പോണ്ടിച്ചേരി ഉണ്ട്, ചന്ദ്രനഗർ ഉണ്ട്, കാരക്കൽ ഉണ്ട്, മാഹി ഉണ്ട്, യാനുണ്ട്. പോർച്ചുഗീസിന്റെ കോളനി ആയിരുന്നു ഗോവ. അതേപോലെ മറ്റു 2 കോളനികളാണ് ദാമൻ, ദിയു. ഗോവക്ക് പുറമെ ഉണ്ടായിരുന്ന മറ്റു 2 കോളനികളാണ് ദാമനും ദിയുവും അല്ലെ. ദാമൻ, ദിയു എന്ന് പറയുന്ന പിന്നീട് അത് കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് പോർച്ചുഗീസ് കോളനി ആയിരുന്നു.
അപ്പോൾ ഇനി അടുത്ത സ്റ്റേജിൽ എവിടെ നിന്നാണ് ചോദ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. 1954 ഫ്രാൻസ് അധിനിവേശം പൂർണ്ണമായും അവസാനിക്കുന്നത്. പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ടത് 1961. അത് 1954 ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടു പോകുന്നു. 1961 പോർച്ചുഗീസുകാരും ഇന്ത്യ വിട്ടു പോകുന്നു. അപ്പോൾ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആരാണ് നമുക്കറിയാം, പോർച്ചുഗീസുകാരാണ്. അതായത് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗീസുകാർ. എന്നാൽ അവസാനമായിട്ട് ഇന്ത്യയിൽ നിന്ന് പോകുന്ന യൂറോപ്യൻ ശക്തികളും ആര് തന്നെയാണ്, പോർച്ചുഗീസുകാരാണ്. 1961 ഗോവ വിമോചനത്തെ തുടർന്നാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിന്നും അവരുടെ കോളനി ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് പോകുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒന്നാമത്തെ സ്റ്റേജിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എയിൽ 5 ഉണ്ട്, ഓപ്ഷൻ ബിയിൽ 4 ഉണ്ട്, ഓപ്ഷൻ സിയിൽ 14 ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ 7 ഉണ്ട്. എത്ര ജില്ലകളായിരുന്നു 1956 കേരളം രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്? ആൻസർ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 5 ജില്ലകളായിരുന്നു കേരളം രൂപീകരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. 1956 നവംബർ 1 കേരളം രൂപീകരിച്ചത് നമുക്കറിയാം. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ എന്നിങ്ങനെ 5 ജില്ലകളായിരുന്നു രൂപീകരണ സമയത്ത് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ് ജില്ലകൾ? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ എന്നിങ്ങനെ 5 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ മറ്റ് ജില്ലകളൊക്കെ രൂപീകരിച്ച വർഷം കൂടി നമ്മളൊന്ന് പഠിച്ചു നോക്കണം. ഇനി എങ്ങനെയാണ് ചോദിക്കുക എന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ബാക്കി ജില്ലകൾ കൂടി രൂപീകരിച്ച ഡേറ്റ് കൂടി ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കി പോകണം. ഏറ്റവും അവസാനമായിട്ട് രൂപീകരിച്ച PSC നിരവധി തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഏറ്റവും അവസാനമായിട്ട് രൂപീകരിച്ച ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. 1984 കാസർഗോഡ് ജില്ല രൂപീകരിക്കുന്നത്. 1984 മെയ് 24 കാസർഗോഡ് ജില്ല രൂപീകരിക്കുന്നത്. അപ്പോൾ 1956 5 ജില്ലകൾ രൂപീകരിച്ച് ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. ഈ 5 ജില്ലകളാണ് 1956 ഉണ്ടായിരുന്നത്. ഏറ്റവും അവസാനമായിട്ട് 1984 രൂപീകരിച്ചത് കാസർഗോഡാണ്. അതിന്റെ ഇടയ്ക്ക് ഒരുപാട് ജില്ലകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ. കണ്ണൂർ, പാലക്കാട്, കോഴിക്കോട് രൂപീകരിക്കുന്നത് തൊട്ടടുത്ത വർഷമായ 1957 56 കേരളം രൂപീകരിച്ചു. തൊട്ടടുത്ത വർഷം കണ്ണൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകൾ രൂപീകരിച്ചു 1957. അടുത്ത വർഷം 1958 എറണാകുളം ജില്ല രൂപീകരിക്കുന്നു. 1969 മലപ്പുറം ജില്ല രൂപീകരിക്കുന്നു. 1972 ഇടുക്കി ജില്ല രൂപീകരിക്കുന്നു. 1980 വയനാട് രൂപീകരിക്കുന്നു. 1982 പത്തനംതിട്ട രൂപീകരിക്കുന്നു. ഇതൊക്കെ പല കോഡുകൾ വെച്ചിട്ട് പഠിക്കാറുണ്ട്. ഇപ്പൊ അവസാനം രൂപീകരിച്ച 3 ജില്ലകൾ 80, 82, 84 ഒരു സീരീസിലാണ് വരുന്നത് അല്ലെ. 80 വയനാട്, 82 പത്തനംതിട്ട, 84 കാസർഗോഡ്. വാപ്പ കസറി എന്ന് പറയുന്ന ഒരു കോഡൊക്കെ ചില ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. വാപ്പ എന്നുള്ളത് വയനാട്, പിന്നെ വ എന്നുള്ളത് വയനാട്, പത്തനംതിട്ട, കസറി എന്നുള്ളത് കാസർഗോഡ്. ആ രീതിയിൽ കോഡൊക്കെ വെച്ച് പഠിക്കാറുണ്ട്. 80, 82, 84 ഏതാണ്? വയനാട്, പത്തനംതിട്ട, കാസർഗോഡാണ്. പിന്നെ ഓരോ ജില്ലകളും അതിന്റെ ഓർഡറിൽ പിന്നെ കേരളം രൂപീകരിച്ചതിന് ശേഷം പിന്നെ ആദ്യമായിട്ട് രൂപീകരിക്കുന്ന 3 ജില്ലകൾ കണ്ണൂർ, പാലക്കാട്, കോഴിക്കോടാണ്. തൊട്ടടുത്ത 3 ജില്ലകളാണ് അല്ലെ. അതിൽ മലപ്പുറം മാത്രമേ ഒഴിവുള്ളൂ. 1957 കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ. കണ്ണൂരിന്റെ തൊട്ടടുത്ത ജില്ലയാണ് കോഴിക്കോട്. കോഴിക്കോട് കഴിഞ്ഞാൽ മലപ്പുറം കഴിഞ്ഞിട്ടാണ് പാലക്കാട് വരുന്നത്. ഒരു മലപ്പുറത്തിന് മാത്രമേ ഒഴിവുള്ളൂ. 1957 3 ജില്ലകൾ രൂപീകരിക്കുന്നു. ഈ മലപ്പുറം കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിരുന്നു. മലബാർ വിഭജിച്ചിട്ട് കോഴിക്കോട് ജില്ല രൂപീകരിച്ചപ്പോൾ അതിന്റെ ഭാഗമായിരുന്നു മലപ്പുറം. പിന്നീടാണ് 1969 മലപ്പുറം രൂപീകരിക്കുന്നത്, വേറെ ജില്ലയായിട്ട് രൂപീകരിക്കുന്നത്. പിന്നെ 1972 ഇടുക്കി രൂപീകരിക്കുന്നത്. 80 വയനാട്, 82 പത്തനംതിട്ട, 84 കാസർഗോഡ്. ആ രീതിയിലാണ് ജില്ല രൂപീകരണം നടന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകം കണക്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ടാൻഡം PSCയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് പ്ലസ് മെയിൻസ് ബാച്ച് ജനുവരി 15 ആരംഭിക്കുകയാണ്. 2ാമത്തെ ബാച്ചാണ്. 1999 രൂപ മാത്രമാണ് ഇതിൻ്റെ ഫീസായിട്ട് ഈടാക്കുന്നത്. അപ്പം പരമാവധി ആളുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്രിലിംസ് ഓൺലി ബാച്ചും ഇതോടുകൂടി ആരംഭിക്കുന്നുണ്ട്. പ്രിലിംസ് ഓൺലി ബാച്ചിന് 899 രൂപയാണ് കോഴ്സ് ഫീ വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിൽ കൊടുത്തിരിക്കുന്ന 95 44 166 690 70 34 327 690 ഈ ഏതെങ്കിലും ഒരു നമ്പറിൽ ഒന്നെങ്കിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ നോക്കാം. 6ാമത്തെ ചോദ്യം നോക്കാം. പുതിയ കണക്കുകൾ പ്രകാരം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? പുതിയ കണക്കുകൾ പ്രകാരം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഓപ്ഷൻ എയിൽ മലപ്പുറമുണ്ട്, ഓപ്ഷൻ ബിയിൽ പാലക്കാടുണ്ട്, ഓപ്ഷൻ സിയിൽ ഇടുക്കിയുണ്ട്, ഓപ്ഷൻ ഡിയിൽ കണ്ണൂരുണ്ട്. ഇതിലേത് ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും വലിയത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടുള്ള ഒരു വിഷയമാണത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഇടുക്കി ജില്ലയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ജില്ലയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അതായത് 2029 സെപ്റ്റംബറിലാണ്
ഈ ഒരു മാറ്റം വരുന്നത്. പാലക്കാട് ജില്ലയായിരുന്നു അതിനു മുമ്പ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിട്ട് അറിയപ്പെട്ടിരുന്നത്. 2023 സെപ്റ്റംബറോട് കൂടിയാണ് ഇടുക്കി ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന ബഹുമതി കരസ്ഥമാക്കിയത്. എങ്ങനെയാണ് ഇത് കിട്ടിയത്? ദേവികുളം താലൂക്കിലെ ഇടമലക്കുടി വില്ലേജിന്റെ ഭൂവിസ്തൃതിയിൽ ചെറിയൊരു മാറ്റം വന്നു. അതായത് എറണാകുളം ജില്ലയിലുള്ള കട്ടമ്പുഴ എന്ന് പറയുന്ന ഒരു വില്ലേജ് ഉണ്ട്. എറണാകുളം ജില്ലയിലെ കട്ടമ്പുഴ എന്ന് പറയുന്ന വില്ലേജിലെ ഏതാനും പ്രദേശങ്ങൾ എന്ത് ചെയ്തു? ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തു. എങ്ങനെയാണ് ഇടുക്കി ഒന്നാം സ്ഥാനത്തെത്തിയത്? പിന്നെ കുട്ടമ്പുഴ വില്ലേജിൽ നിന്നുള്ള കുറച്ച് പ്രദേശങ്ങൾ, എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലുള്ള ഏതാനും പ്രദേശങ്ങൾ എന്ത് ചെയ്തു? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലുള്ള ഇടമലക്കുടി വില്ലേജിന്റെ ഭാഗമാക്കിയിട്ട് കൂട്ടിച്ചേർത്തു. അങ്ങനെയാണ് പാലക്കാട് ജില്ലയെ മറികടന്നുകൊണ്ട് ഇടുക്കി ജില്ല ഒന്നാം സ്ഥാനത്തെത്തുന്നത്. നേരത്തെ 1997 വരെ ഇടുക്കി ജില്ല തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത്. പിന്നീട് 97 പാലക്കാട് ജില്ല ഏറ്റവും വലിയ ജില്ലയായി മാറുന്നത്. 2023 തിരിച്ചു വീണ്ടും ഇടുക്കി തന്നെ ആ സ്ഥാനം നിലനിർത്തുകയാണ്. ഇപ്പോൾ പാലക്കാട് രണ്ടാമത്തെ ഏറ്റവും വലിയ ജില്ലയാണ്. ഇടുക്കി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ജില്ല പാലക്കാട് തന്നെയാണ്. കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഇടുക്കി മലനിരകൾക്കും ഇടതൂർന്ന വനങ്ങൾക്കും ജലവൈദ്യുത പദ്ധതികൾക്കും പേരുകേട്ടതാണ്. കേരളത്തിലെ സുഗന്ധ വ്യഞ്ജന ഉദ്യാനം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? അത് മലപ്പുറമാണ്. നമ്മൾ ഓപ്ഷനിൽ കണ്ട മറ്റൊരു ജില്ലയാണ് മലപ്പുറം അല്ലെ. മലപ്പുറത്തിന്റെ പ്രത്യേകത എന്താണ്? ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് മലപ്പുറം എന്ന് പറയുന്നത്. ജനസംഖ്യ ഏറ്റവും കുറവുള്ള ജില്ല ഇപ്പോൾ ഏതാണ്? വയനാട് ജില്ലയാണ്. ഇനി വലിപ്പത്തിൽ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? അത് ആലപ്പുഴ ജില്ലയാണ് അല്ലെ. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ലയാണ്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കുന്നതൊക്കെ ഒരു ഭാഗത്തു നിന്നാണ് വന്നത്. കേരളത്തിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ സമ്മേളനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു ഹോട്ട് ടോപ്പിക് ഞാൻ പറഞ്ഞത്. ഈ ഒരു ഭാഗമാണ് 7 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾ ഏകദേശം ആ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. പയ്യന്നൂരിൽ നിന്ന് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസ്റ്റ് സ്റ്റേജിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എയിൽ ഗാന്ധിജി ഉണ്ട്, ഓപ്ഷൻ ബിയിൽ ടി പ്രകാശൻ ഉണ്ട്, ഓപ്ഷൻ സിയിൽ നെഹ്റു ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ കെ കേളപ്പൻ ഉണ്ട്. ആരാണ് പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത്? ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കിട്ടാത്ത ആളുകൾ പോസ് ചെയ്തിട്ട് ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ജവഹർലാൽ നെഹ്റു ആണ് പയ്യന്നൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത്. ഉത്തര കേരളത്തിലെ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിലെ ഒരു സുപ്രധാന ചുവടുവെപ്പായിരുന്നു പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം. കേരളത്തിൽ നടന്ന 4ാമത് കോൺഗ്രസ് സമ്മേളനമായിരുന്നു ഇത്. അപ്പോൾ ഇതിനു മുമ്പ് 3 കോൺഗ്രസ് സമ്മേളനം നടന്നിട്ടുണ്ട്. ആ 3 കോൺഗ്രസ് സമ്മേളനങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 4ാമത് സമ്മേളനം നടന്നത് എവിടെയാണ്? പയ്യന്നൂരിലാണ്. 1928 ഈ സമ്മേളനം നടക്കുന്നത്. മെയ് 25, 26, 27 തീയതികളിലാണ് നടക്കുന്നത്. ഈ ഒരു സമ്മേളനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിക്കുന്നത്. പൂർണ്ണ സ്വരാജ് പ്രമേയം ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് നമുക്കറിയാം. ലാഹോർ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് അവതരിപ്പിക്കുന്നുണ്ടല്ലോ, അത് 1929 അതിനു മുമ്പാണ് 1928 പയ്യന്നൂരിൽ ഈ സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സമ്മേളനം ഇത്രയും ഇമ്പോർട്ടന്റ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതാണ് വർഷം? 1928 മെയ് 25, 26 തീയതികളിലാണ് അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. എന്നാൽ 1916 കോൺഗ്രസിൽ ഒരു സമ്മേളനം നടക്കുന്നുണ്ട്, പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം. 1916 മാർച്ച് 4, 5 തീയതികളിലാണ് പാലക്കാട് വെച്ചിട്ട് എന്ത് നടക്കുന്നത്? പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആനി ബസന്റ് ആയിരുന്നു. 1916 പാലക്കാട് വെച്ച് നടന്ന പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷയായത് ആനി ബസന്റ് ആയിരുന്നു. മാറിപ്പോരുത്. 28 നെഹ്റുവിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ സമ്മേളനം നടക്കുന്നത്. അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അല്ലെ, ഒരു 12 വർഷങ്ങൾക്ക് മുമ്പാണ് എവിടെ നടക്കുന്നത്? പാലക്കാട് വെച്ചിട്ട് പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. ആനി ബസന്റ് ആയിരുന്നു അധ്യക്ഷയായിരുന്നത്. 1921 ഒരു സമ്മേളനം നടക്കുന്നു, ഒറ്റപ്പാലത്ത് വെച്ച് സമ്മേളനം നടക്കുന്നു. അതിന്റെ അധ്യക്ഷൻ ആരാണ്? ടി പ്രകാശമാണ്. നമ്മൾ ഓപ്ഷനിൽ കണ്ട മറ്റൊരു വ്യക്തിയാണ് ടി പ്രകാശം അല്ലെ. ടി പ്രകാശൻ അല്ല, ശരിക്കും ടി പ്രകാശൻ എന്നാണ് ഓപ്ഷനിലുള്ളത്. ടി പ്രകാശമാണ്. ടി പ്രകാശം 1921 ഒറ്റപ്പാലത്ത് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു. ഈ ഒറ്റപ്പാലം സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താ? 1920 കേരള പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഈ ടി പ്രകാശത്തിന്റെ നേതൃത്വത്തിൽ 1920 എന്ത് ചെയ്യുന്നു? കേരളത്തിലെ പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കുന്നു. ഈ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനമാണ് 1921 എവിടെ നടക്കുന്നത്? ഒറ്റപ്പാലത്ത് നടക്കുന്നത്. അപ്പം അതും ഒരു പ്രധാനപ്പെട്ട സമ്മേളനമാണ്. അപ്പൊ നമ്മൾ 3 സമ്മേളനങ്ങൾ പറഞ്ഞില്ലേ, ഏതൊക്കെയാണ്? 1928
പയ്യന്നൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം പ്രത്യേകത എന്താണ്? നെഹ്റു ആയിരുന്നു അധ്യക്ഷന്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വരാജ് പ്രമേയം അവതരിപ്പിച്ച പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിച്ച സമ്മേളനമാണ് 28-ലെ പയ്യന്നൂർ സമ്മേളനം. 1916 ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. അത് എവിടെയാണ്? പാലക്കാട് വെച്ചിട്ടാണ് നടക്കുന്നത്. പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനമായിരുന്നു. അതിന്റെ അധ്യക്ഷ ആരായിരുന്നു? നമ്മുടെ ആനി ബസന്റ് ആണ്. ഈ 1916 നമ്മൾ മറ്റൊരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ട് നേരത്തെ. എന്താണ്? ഹോം റൂൾ പ്രസ്ഥാനം രൂപീകരിക്കുന്നത് ആനി ബസന്റിന്റെ നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം രൂപീകരിക്കുന്നത് 1916 അല്ലേ? അതുകൂടി ഒന്ന് കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. 1921 ഒറ്റപ്പാലം സമ്മേളനം നടക്കുന്നു. അധ്യക്ഷൻ ടി പ്രകാശമായിരുന്നു. എന്താണ് പ്രത്യേകത? 20 പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചിട്ട് പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ള ആദ്യത്തെ സമ്മേളനമായിരുന്നു ഈ പറയുന്ന ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനം. ഒറ്റപ്പാലം പാലക്കാട് ജില്ലയുടെ ഭാഗം തന്നെയാണല്ലേ ഇപ്പോൾ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആരായിരുന്നു? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആരായിരുന്നു? ടി കെ മാധവനുണ്ട്, എ കെ ഗോപാലനുണ്ട്, മന്നത്ത് പത്മനാഭനുണ്ട്, പി കൃഷ്ണപിള്ളയുണ്ട്. ആരാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്? ഇതും ഈ ഫസ്റ്റ് സ്റ്റേജിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ എ ആണ്, ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. ആര് അത് ചോദിച്ചാൽ ഉത്തരം ആരാണ്? ടി കെ മാധവനാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 4 റോഡുകളിലൂടെയും താഴ്ന്ന ജാതിക്കാർ നടക്കുന്നത് നിരോധിച്ചിരുന്നു. ഈഴവനായ കോൺഗ്രസ് നേതാവ് ടി കെ മാധവന്റെ നേതൃത്വത്തിൽ ഈ അനീതിക്കെതിരെ പ്രക്ഷോഭം ആരംഭിച്ചു. 1920 മാർച്ച് 30 തുടങ്ങിയ സത്യാഗ്രഹം 603 ദിവസം നീണ്ടുനിന്നു. അതായത് എന്തിനു വേണ്ടിയാണ് വൈക്കം സത്യാഗ്രഹം നടത്തിയത്? മാറിപ്പോരുന്നത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ഓപ്ഷനിൽ ഇപ്പോൾ ചിലപ്പോൾ തരും എന്തിനു വേണ്ടിയാണ്, ഇതിൽ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയാണെന്നൊക്കെ ഓപ്ഷനിൽ തരാൻ സാധ്യതയുണ്ട്. മാറിപ്പോരുത്, വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. അതായത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് നടക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. ആ നടക്കാൻ അധികാരമില്ലാത്ത ജാതിയിൽപ്പെട്ട ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു ആര്? ടി കെ മാധവൻ. അങ്ങനെ ടി കെ മാധവന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ സമ്മതത്തോടു കൂടിയാണ് എന്ത് നടക്കുന്നത്? വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. 603 ദിവസമാണ് ഈ സത്യാഗ്രഹം നീണ്ടു നിന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മന്നത്ത് പത്മനാഭൻ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചു. നമ്മൾ ഓപ്ഷനിലുള്ള മറ്റൊരാളാണ് മന്നത്ത് പത്മനാഭൻ. അദ്ദേഹവും വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ്. ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സവർണരുടെ ഒരു ജാഥ നയിക്കുകയാണ് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് ആര്? മന്നത്ത് പത്മനാഭൻ. പിന്നെ നമ്മൾ ഓപ്ഷനിൽ കണ്ട മറ്റൊരാളാണ് എ കെ ഗോപാലൻ. എ കെ ഗോപാലന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു ആര്? എ കെ ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ആദ്യമായി ക്ഷേത്രത്തിൽ കയറി മണിയടിച്ച താഴ്ന്ന ജാതിക്കാരനാണ് പി കൃഷ്ണപിള്ള. അപ്പോൾ ഓപ്ഷനിൽ കണ്ട മറ്റൊരു വ്യക്തിയാണ് പി കൃഷ്ണപിള്ള. പി കൃഷ്ണപിള്ളയുടെ പ്രത്യേകത എന്താണ്? വൈക്കം സത്യാഗ്രഹത്തിന്റെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ക്ഷേത്രത്തിൽ കയറി മണിയടിക്കാൻ താഴ്ന്ന ജാതിക്കാർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് എന്തിനു വേണ്ടിയാണ്? ക്ഷേത്രപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വൈക്കം സത്യാഗ്രഹം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയായിരുന്നു അല്ലേ? അങ്ങനെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചുകൊണ്ട് അവിടുത്തെ മണി അടിച്ചുകൊണ്ട് ആരാണ് സത്യാഗ്രഹം തുടങ്ങിയത്? പി കൃഷ്ണപിള്ളയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിൽ കയറി മണി അടിച്ച അബ്രാഹ്മണൻ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരൻ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ആരാണ്? പി കൃഷ്ണപിള്ളയാണ്. പിന്നീട് സഖാവ് കൃഷ്ണപിള്ള എന്നൊക്കെ അറിയപ്പെട്ട പി കൃഷ്ണപിള്ളയാണ്. ഈ സമയത്ത് അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവാണ്. പിന്നീടാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ ചേരുന്നത്. പിന്നീട് അദ്ദേഹം സഖാവ് കൃഷ്ണപിള്ള എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ആദ്യമായിട്ട് ക്ഷേത്രത്തിൽ കയറി മണിയടിച്ച താഴ്ന്ന ജാതിക്കാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പി കൃഷ്ണപിള്ളയാണ്. 1931-32 തൊട്ടുകൂടായ്മ തീണ്ടൽ തുടങ്ങിയ അയിത്താചാരങ്ങൾക്കെതിരായി നടത്തിയ സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. കേരള നവോത്ഥാന ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ഈ സമരം. വടകരയിൽ വെച്ച് നടന്ന KPCC യോഗം ഹൈന്ദവ ക്ഷേത്രത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകണമെന്ന പ്രമേയം പാസാക്കിയിരുന്നു. അതായത് വടകരയിൽ ഒരു KPCCയുടെ സമ്മേളനം നടത്തിയിരുന്നു. ഈ സമ്മേളനത്തിൽ എന്ത് ചെയ്തു? ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകണമെന്ന് ഒരു പ്രമേയം പാസാക്കിയിരുന്നു. കോൺഗ്രസ് സമ്മേളനം ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് എന്ത് ചെയ്തത്? കേളപ്പൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ആരൊക്കെയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കുന്നത്? കേളപ്പനുണ്ട്, പി കൃഷ്ണപിള്ളയുണ്ട്, മന്നത്ത് പത്മനാഭനുണ്ട്, സുബ്രഹ്മണ്യൻ തിരുമുമ്പുണ്ട്, പിന്നെ AK ഗോപാലനൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ എന്താണ് നമ്മൾ ഈ വ്യത്യാസം മനസ്സിലാക്കണം. വൈക്കം സത്യാഗ്രഹം നടന്നത് ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടിയല്ല,
ക്ഷേത്രത്തിന്റെ വഴിയിലൂടെ നടക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയായിരുന്നു. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ടി.കെ. മാധവനെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് എന്നറിയപ്പെടുന്നത് കെ. കേളപ്പനാണ്. പിന്നെ മന്നത്ത് പത്മനാഭനുണ്ട്, എ.കെ. ഗോപാലനുണ്ട്, സുബ്രഹ്മണ്യൻ തിരുമുമ്പുണ്ട്, അതേപോലെ അവരൊക്കെ ഉണ്ട്. പക്ഷെ നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? ഇവിടെ കെ. കേളപ്പനാണ്. വൈക്കം സത്യാഗ്രഹമാണെങ്കിൽ ടി.കെ. മാധവനാണ്. ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏത്? ഇതും പിന്നെ കഴിഞ്ഞ ഫസ്റ്റ് സ്റ്റേജിൽ നടന്ന എക്സാമിനുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതും എന്തുണ്ട്, പിന്നെ ഇതും എന്താണ്, കോൺഗ്രസ് സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ. അപ്പം ഓപ്ഷൻ എയിൽ ഭരണപരിഷ്കരണമുണ്ട്, ഓപ്ഷൻ ബിയിൽ കുടിയായ്മ പ്രശ്നമുണ്ട്, ഓപ്ഷൻ സി ജനസംഖ്യാ സംവരണമുണ്ട്, ഓപ്ഷൻ ഡിയിൽ ഖിലാഫത്ത് പ്രക്ഷോഭമുണ്ട്. ഇതിൽ ഏതാണ് ഈ മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം എന്നാണ് ചോദ്യം. ആൻസർ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതിൽ PSC കൊടുത്തിട്ടുള്ള ഉത്തരം ജനസംഖ്യാനുപാത സംവരണമാണ്. ഈ പിന്നെ മഞ്ചേരിയിൽ നടന്ന സമ്മേളനത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ 2 വിഷയങ്ങളാണ് പറയുന്നത്. ഒന്ന് കുടിയാന്മ പ്രശ്നവും മറ്റൊന്ന് ഖിലാഫത്തും അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭരണപരിഷ്കരണം അത് ചർച്ച ചെയ്തതായിട്ട് കാണുന്നില്ല. പക്ഷെ ഈ ഒരു പറയുന്ന കുടിയാന്മ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഭരണപരിഷ്കാരത്തിന് ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം സമ്മേളനം. തിരയുന്ന സമയത്ത് ഈ 2 വിഷയങ്ങളും കാണുന്നുണ്ട്. കുടിയാന്മ പ്രശ്നവും ഖിലാഫത്ത് പ്രക്ഷോഭവും കാണുന്നുണ്ട്. ജനസംഖ്യാനുപാത സംവരണം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഭരണപരിഷ്കരണം ഇതിലൊരു വിഷയമായിട്ടുണ്ട് എന്നാണ് PSCയുടെ ഉത്തരപ്രകാരം നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ ഞാൻ തെരഞ്ഞെടുത്തോളം എവിടെയും ഈ ഒരു വിഷയം കാണുന്നില്ല. പിന്നെ ഭരണപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട ഇതൊന്നും കാണുന്നില്ല. കുടിയാൻ പ്രശ്നം അവതരിപ്പിക്കുന്നുണ്ട്, അതേപോലെ ഖിലാഫത്ത് പ്രക്ഷോഭവും ആരംഭിക്കുന്നതിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. 1920 ഏപ്രിൽ 28, 29 തീയതികളിൽ മഞ്ചേരിയിൽ നടന്ന കോൺഗ്രസ് ജില്ലാ സമ്മേളനം ഏറെ ചരിത്ര പ്രാധാന്യമുള്ളതാണ്. 1920 ഏപ്രിൽ 28, 29 തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത്. ദ ഹിന്ദു എഡിറ്റർ ആയിരുന്ന കസ്തൂരി രംഗ അയ്യങ്കാർ ആയിരുന്നു അധ്യക്ഷൻ. അപ്പൊ മഞ്ചേരിയിൽ നടന്ന 1920 മഞ്ചേരിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാരാണ്? കസ്തൂരി രംഗ അയ്യങ്കാർ ആണ്. അദ്ദേഹം ദ ഹിന്ദു പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു. അദ്ദേഹമാണ് മഞ്ചേരിയിൽ നടന്ന സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത്. അപ്പൊ നമ്മൾ 4 അധ്യക്ഷന്മാരെ പഠിച്ചു അല്ലേ? ആരൊക്കെയാണ്? 1928 പയ്യന്നൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. 1916 പാലക്കാട് നടന്ന പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം അധ്യക്ഷ ആനി ബസന്റ്. 1921 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ച ശേഷം ആദ്യമായിട്ട് ഒറ്റപ്പാലത്ത് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ടി പ്രകാശം. ഇത് മറ്റൊരു സമ്മേളനം 1920 നടന്ന മഞ്ചേരിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം അധ്യക്ഷനാരായിരുന്നു? കസ്തൂരി രംഗ അയ്യങ്കാർ ആയിരുന്നു. ആനി ബസന്റ്, KP കേശവ മേനോൻ, മഞ്ചേരി രാമയ്യർ, MP നാരായണ മേനോൻ, M മാധവൻ നായർ, അബ്ദുൽ ഖാദർ, പൊന്മടത്ത് മൊയ്തീൻ കോയ, കട്ടിലശ്ശേരി മൗലവി എന്നിവർ പങ്കെടുത്ത പ്രമുഖരാണ്. ഈ മീറ്റിംഗിൽ പങ്കെടുത്ത പ്രമുഖരുടെ പേരാണ് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അങ്ങനെ ഒന്നും അത്ര ആയത്തിൽ ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. അഥവാ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. കോഴിക്കോട് ചെറിയേട്ടൻ രാജ, നിലമ്പൂരിലെ ഇളയ രാജ, മങ്കടയിലെ ഉദയവർമ്മ രാജ തുടങ്ങിയവരും സമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു. ഖിലാഫത്ത് വിഷയം, കുടിയാൻ പ്രശ്നം എന്നിവയാണ് സമ്മേളനത്തിലെ ചർച്ചാ വിഷയങ്ങളായി തീർന്നത്. ഖിലാഫത്ത് വിഷയം ഉണ്ടായിരുന്നു, കുടിയാൻ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുടിയാൻ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട ഭരണ പരിഷ്കാരമൊക്കെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം. അതായിരിക്കാം ഓപ്ഷനിൽ ഇങ്ങനെ വന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇവ രണ്ടുമാണ് പിന്നീട് മലബാർ സമരത്തിന് ചൂട് പകർന്നത്. ഈ 2 വിഷയമാണ്, അതായത് ഖിലാഫത്ത് വിഷയവും അതേപോലെ കുടിയാൻ പ്രശ്നവും ഈ സമ്മേളനത്തിൽ ഉന്നയിച്ച ഈ 2 വിഷയങ്ങൾ, ചർച്ച ചെയ്ത 2 വിഷയങ്ങളാണ് പിന്നീട് മലബാർ കലാപത്തിന് അല്ലെങ്കിൽ മാപ്പിള ലഹളക്ക് കാരണമായത്, ചൂട് പകർന്നത് എന്നാണ് പറയുന്നത്. വ്യക്തമായി പറഞ്ഞാൽ മഞ്ചേരി സമ്മേളനമാണ് മലബാർ സമ്മേളനത്തിന്റെ ആദ്യ ജ്വാല കൊളുത്തിയത് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ ആഞ്ചലോസ് ഫ്രാൻസിസ് ഉണ്ട്, ഓപ്ഷൻ ബിയിൽ അർണോസ് പാതിരി ഉണ്ട്, ഓപ്ഷൻ സി ബെഞ്ചമിൻ ബെയ്ലി ഉണ്ട്, ഓപ്ഷൻ ഡി ഹെർമൻ ഗുണ്ടട്ടുണ്ട്. ഇതിൽ ആരാണ് മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രചിച്ചത്, അല്ലെങ്കിൽ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം കിട്ടിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത് അല്ലേ? ആരാണ് ഉത്തരം? ഇവിടെ അർണോസ് പാതിരിയാണ്
ഓപ്ഷൻ ബി. PSC കൊടുത്ത ഉത്തരവ് അത് തന്നെയാണ്, അർണോസ് പാതിരിയാണ്. ഇത് ഹെർമൻ ഗുണ്ടർട്ട് ആണെന്ന് പല ആളുകൾക്കും സംശയം ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പല വെബ്സൈറ്റുകളിലും ആദ്യത്തെ നിഘണ്ടു രചിച്ചത് ഹെർമൻ ഗുണ്ടർട്ട് ആണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം രചിച്ചത് ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു രചിച്ചത് ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ്. എന്നാൽ ആദ്യത്തെ മലയാള നിഘണ്ടു രചിച്ചത് ആര് എന്ന ചോദ്യത്തിന് അർണോസ് പാതിരിയാണ് ഉത്തരം. PSC കൊടുത്തിട്ടുള്ള ഉത്തരവ് അത് തന്നെയാണ്, ഒരുപാട് വെബ്സൈറ്റുകളിൽ കാണുന്ന ഉത്തരവും അത് തന്നെയാണ്. അർണോസ് പാതിരിയാണ് ആദ്യത്തെ മലയാളം നിഘണ്ടു മലയാളത്തിൽ ആദ്യമായിട്ട് നിഘണ്ടു രചിക്കുന്നത് അർണോസ് പാതിരിയാണ്. എന്നാൽ ഹെർമൻ ഗുണ്ടർട്ടാണ് ആദ്യത്തെ ശാസ്ത്രീയ മലയാള വ്യാകരണ ഗ്രന്ഥവും അതോടൊപ്പം മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവും രചിച്ചത്. ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു എന്നെടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് രചിച്ചത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. പൂർണ്ണമായിട്ടും ആ വാക്ക് ശ്രദ്ധിക്കണം. പൂർണ്ണമായിട്ടും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. അപ്പൊ നമ്മൾ ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് പറയാറുണ്ടല്ലോ, അതിന്റെ പ്രത്യേകത എന്താണ്? അതിലാണ് ആദ്യമായിട്ട് മലയാളം ലിപി അച്ചടിച്ചത്. തെങ്ങ് എന്ന് പറയുന്ന ഒരു ലിപി മാത്രമാണ് അതിൽ മലയാളത്തിൽ അച്ചടിച്ചത്. അത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. എന്നാൽ പൂർണ്ണമായിട്ടും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംക്ഷേപ വേദാർത്ഥമാണ്. മാറിപ്പോരുത്. അപ്പൊ മലയാളം ലിപി അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. എന്നാൽ പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം ഏതാണ്? സംക്ഷേപ വേദാർത്ഥാണ്. പിന്നെ നമ്മൾ ഓപ്ഷനിൽ കണ്ട മറ്റൊരു വ്യക്തിയാണ് ബെഞ്ചമിൻ ബെയ്ലി. എന്താണ് ബെഞ്ചമിൻ ബെയ്ലിന്റെ പ്രത്യേകത? ബെഞ്ചമിൻ ബെയ്ലി എന്ന് പറഞ്ഞാൽ 1821 അദ്ദേഹം കേരളത്തിൽ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചു. കേരളത്തിൽ ആദ്യമായിട്ട് അച്ചടിശാല സ്ഥാപിക്കുന്നതാരാണ്? ബെഞ്ചമിൻ ബെയ്ലിയാണ്. CMS പ്രസ് കോട്ടയമാണ് ആദ്യത്തെ അച്ചടിശാല എന്ന് പറയുന്നത്. 1821 ഇത് സ്ഥാപിക്കുന്നത്. ബൈബിൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തിയാണ് ബെഞ്ചമിൻ ബെയ്ലി. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിക്കുന്നതിന്റെ ചുമതലയും അദ്ദേഹത്തിനായിരുന്നു. ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു രചിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണെന്ന് പറഞ്ഞു. ഇതിന്റെ പ്രസിദ്ധീകരണ ചുമതല ആർക്കായിരുന്നു? ബെഞ്ചമിൻ ബെയ്ലിക്കായിരുന്നു. അദ്ദേഹമാണ് അതിന്റെ പ്രസിദ്ധീകരണ ചുമതല നിർവഹിച്ചത്. കേരളത്തിൽ ആദ്യത്തെ കോളേജ് സ്ഥാപിക്കുന്നതിനും അദ്ദേഹം മുൻകൈ എടുത്തിട്ടുണ്ട്. കേരളത്തിൽ ആദ്യത്തെ കോളേജ് അതാണ്, കോട്ടയത്തെ CMS കോളേജ് ആണ് അല്ലെ. ഈ CMS കോളേജ് സ്ഥാപിക്കുന്നതിനും മുൻകൈ എടുത്തിട്ടുള്ള വ്യക്തിയാണ് ആര്? ബെഞ്ചമിൻ ബെയ്ലി എന്നറിയപ്പെടുന്നത്. അങ്ങനെ ബെഞ്ചമിൻ ബെയ്ലി 1821 കോട്ടയത്ത് സ്ഥാപിച്ചിട്ടുള്ള ഈ അച്ചടിശാലയിൽ നിന്നും അച്ചടിച്ച ആദ്യത്തെ മലയാളം പുസ്തകമാണ് ഏത്? ഇദ്ദേഹം തന്നെ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള കുട്ടികൾക്കുള്ള 8 കഥകളുടെ ഒരു സമാഹാരമുള്ള ഒരു പുസ്തകമുണ്ട്. അതാണ് ആദ്യമായിട്ട് ഇദ്ദേഹം ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ബെഞ്ചമിൻ ബെയ്ലി തന്നെ വിവർത്തനം ചെയ്തിട്ടുള്ള കുട്ടി കഥകളാണ്. 8 കഥകളുണ്ട്. അതാണ് ആദ്യമായിട്ട് ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ക്ലിയർ ആയിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് PSC. പിന്നെ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. നമുക്ക് അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൂടി നിങ്ങളൊന്ന് പഠിച്ചു പോകുക. കേരളത്തിലെ അല്ലമീൻ പത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ കേരളത്തിലെ പത്രങ്ങൾ, അല്ലമീന്, പിന്നെ മുഹമ്മദ് അബ്ദുറഹ്മാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ആ ഭാഗത്ത് നിന്ന് ആവർത്തിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കേരളത്തിലെ ഈ നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ആവർത്തിച്ച ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ഭാഗങ്ങൾ പഠിച്ചു പോവുക. അടിപൊളി ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.